ടിയസ് ഈറേ ഹൊറർ സീനുകൾ അതിൻ്റെ ഇൻറ്റൻസിറ്റിയോടെ ചെയ്ത് കാണിക്കാൻ രാഹുൽ സദാശിവനോളം മിടുക്കനായിട്ടുള്ള ഒരു ഡയറക്ടർ, ഒരു ക്രിയേറ്റർ ഇന്ന് മലയാളത്തിലുണ്ടോ എന്ന് സംശയമാണ്. അത്രയും മികച്ചതായിരുന്നു ഈ സിനിമയിലെ ഹൊറർ രംഗങ്ങളെല്ലാം എടുത്തു വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഡെഡ് ബോഡിയുടെ കൈ ചുമ്മാ കാണിക്കണം, നമുക്കതിൽ എന്തൊരു തോന്നായി. പക്ഷെ അവിടെ തന്നെ നമുക്കൊരു വിരുവിരാന്നുള്ളൊരു ഫീലിങ്സ് വരുന്നുണ്ട്. അതാണ് അയാളുടെ ഒരു ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് തുടങ്ങി പിന്നെ പ്രണവ് മോഹൻലാൽ വരുന്നു. പ്രണവ് മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ആർഭാട ജീവിതം നയിക്കുന്ന നല്ല പണക്കാരനായിട്ടുള്ള ഒരു പ്ലേ ബോയ് മവൻ. അവൻ്റെ ജീവിതത്തിലേക്ക് പിന്നെ കുറച്ച് അസ്വസ്ഥതകൾ, കുറച്ച് പ്രേത ശല്യങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരികയാണ്. അവിടെ തന്നെ സിനിമ ചുമ്മാ ഒരിടത്തു നിന്ന് കറങ്ങുന്നില്ല. സിനിമ ഒരു സ്ലോ പേസിൽ പോകുന്ന പടമാണ്. ഇയാളുടെ മേക്കിംഗ് അറിയാമല്ലോ, സ്ലോ പേസിലാണ് പോകുന്നത്. പക്ഷേ ഒരിടത്തു നിന്ന് കറങ്ങിയാൽ മാത്രമേ നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ സംഭവിക്കുന്നില്ല. കൃത്യമായിട്ടുള്ള സാധനങ്ങൾ, സിനിമ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള ഫ്ലേവേഴ്സൊക്കെ ഇട്ടിട്ടിട്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ പോയി ഇതിൽ ഹൊറർ സീനുകൾ വരുമ്പോൾ ഇപ്പോൾ മിക്ക സിനിമയിലും ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ പ്രായത്തിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇതൊക്കെ പോയി ഇതല്ലേ പ്രായം, പിന്നെ കോമഡി പീസ് പ്രായമാകും. പ്രത്യേകിച്ച് എനിക്ക് ഒരു ഹൊറർ സിനിമ കാണുമ്പം ഒരു 70% എനിക്ക് കോമഡി പീസായിട്ട് തോന്നുള്ളൂ പ്രായത്തിന്. അപ്പോൾ അത് കാണിക്കുന്നുണ്ട്. പക്ഷേ കാണിക്കാത്ത നമുക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി നിലനിർത്തുക എന്ന് പറയുന്നത് അത് ക്രിയേറ്ററിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. അതിൽ അദ്ദേഹത്തിന് മാത്രമല്ല, ഈ സിനിമയിലെ ടെക്നിക്കൽ ടീം ഒന്നടങ്കം M.R. രാജകൃഷ്ണൻ, ആ മനുഷ്യന് ഓസ്കാർ കൊടുക്കണം. എന്തുവാണ് ഏത് പടം എടുത്താലും ഹൊറർ പടമാണോ അയാളെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ആ സീനൊക്കെ അയാൾ കൃത്യമായിട്ട് എടുത്തു തരും. ഇപ്പം വളരെ മൈന്യൂട്ടായിട്ടുള്ള ശബ്ദം വരെ നല്ല തിയേറ്ററിലിരുന്ന് നമുക്ക് എടുത്തറിയാൻ പറ്റും. അപ്പോൾ ഹൊറർ സിനിമ വരുമ്പോഴാണ് എങ്ങനെയായിരിക്കും അവസ്ഥ? അതും നല്ല ഒരു ശല്യം ഉണ്ടാക്കണം ഓഡിയൻസിന് കൂടെ ഇരിക്കില്ല. കമൻ്റ് അടിക്കാനൊക്കെ സൈലൻസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല സൈലൻസ് ഉള്ള സീനുകളിൽ കമൻ്റ് അടിക്കണമാരെ കൂടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അതാണ് കുറച്ച് തിരക്ക് കുറഞ്ഞ നല്ല തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ M.R. രാജേഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ സിനിമയുടെ ഷെന്ന ജലാലിൻ്റെ സിനിമോട്ടോഗ്രഫി, ജ്യോതി ശങ്കറിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, എടുത്തു പറയുന്ന ആർട്ട് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കുറേ കിടില സാധനങ്ങളുണ്ട് ഇതിനകത്ത്. ക്രിസ്റ്റോ സേവിയർ കൊടുത്തിരിക്കുന്ന മ്യൂസിക്, ഷഫീഖ് മുഹമ്മദ് അലി എഡിറ്റിങ്, സൗണ്ട് ഡിസൈൻ ജയദേവൻ ചക്കയിടത്ത്, റോണക് സേവിയുടെ മേക്കപ്പ്, അയ്യോ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. കലൈ കിങ്സ്റ്റൻ്റെ സ്റ്റൺസ് അങ്ങനെ എടുത്തു പറയാൻ സംഭവമൊന്നുമില്ല. പക്ഷേ കുറച്ച് ആക്ഷൻ സാധനങ്ങൾ ഓറിയൻറ്റഡുള്ള പരിപാടികൾ അതിനകത്തുണ്ട്. അതുപോലെ ലിജു പ്രഭാറിൻ്റെ കളർ, ഇതെല്ലാം ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്ന രീതിയിൽ സിനിമ എക്സിക്യൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പോയി സിനിമയുടെ ഇൻ്റർവെല്ലിന് മുമ്പേ. അപ്പോൾ ഈ പടം ഒരു നമ്മുടെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരും ഗർഭിണികളും കുട്ടികളൊന്നും പോയി കാണരുത്. വയലൻസ് എന്ന് പറഞ്ഞാൽ ഓരോ സിനിമയിലും ചുമ്മാ ബ്ലഷ് ഇട്ട് കാണിക്കുന്നതല്ല. അത് കാണിക്കുമ്പോൾ നമുക്ക് എൻ്റെ അമ്മ ഒന്ന് വിളിക്കാൻ തോന്നണം. അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടടെ. അത് എടുത്ത് വച്ചിക്കണമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലടെ. അത് ഒരു ഇൻ്റർവെല്ലിന് അടുപ്പിച്ചൊരു 10-15 മിനിറ്റൊക്കെ ഇങ്ങനെ നമ്മൾ ചാർജ് ആയിട്ടിരിക്കുന്നത്. നമുക്ക് ആ വീർപ്പ് മുട്ടൽ, നിങ്ങൾക്ക് മറ്റേ ഭൂതകാലത്തിൻ്റെ അവസാനത്തിൽ 10-15 മിനിറ്റ് വീർപ്പ് മുട്ടലിലൂടെയല്ലേ നിങ്ങൾ കണ്ടുപോയത്. അത് അവിടെ ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫ് ഉള്ളൂ അതികളുണ്ട്, ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് പോകുമ്പോൾ ഇത് അങ്ങോട്ട് വേറെ ലെവൽ. കാരണം പ്രേതത്തിന് കൊടുത്തിരിക്കുന്ന ബിൽഡപ്പ് അത്രത്തോളം ഹെവിയാണ്. ബിൽഡപ്പ് യാതൊരു റേഞ്ചിൽ പോകുമെന്നുള്ളത് പേടിച്ച് നമ്മളിങ്ങനെ ഇരുന്ന് പിന്നെ അങ്ങോട്ട് ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ പടം പോലെ പോകുന്നുണ്ട്. പിന്നെ അതിൽ ഹൊറർ സീനുകളുണ്ട്. പക്ഷേ അതും ഒരു ഫോഴ്സ്ഫുള്ളി ഹൊറർ ഇടയ്ക്കിടയ്ക്ക് കാണിക്കണം. ഹൊറർ സിനിമയല്ലേ എന്ന് വെച്ച് കാണിക്കുമ്പോൾ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ പടം പോകുമ്പോൾ പോകുന്നു. പിന്നെ ഈ പറഞ്ഞ സീനൊക്കെ എടുത്തിക്കണമുള്ള നമുക്ക് ലാഗും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാത്ത രീതിയിൽ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഒരു അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷേ മെയിനായിട്ട് വരുന്ന ഈ പ്രേതത്തിന് അത്രയും ബിൽഡപ്പ് കൊടുത്ത പ്രേതം പിന്നെ പ്രേതം ഒരു ശോഷിച്ചു പോയതുപോലെ എനിക്ക് അവസാനം ഫീൽ ചെയ്തു. കാരണം കുറച്ചുകൂടി നമ്മൾ ഒരു പ്രേതത്തിൻ്റെ അഴിഞ്ഞാട്ടം നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നിടത്ത് അതങ്ങനെയല്ല പോയത്. അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നല്ല അടിപൊളി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്, എസ്പെഷ്യലി ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്. അതുപോലെ പ്രണവ് മോഹൻലാലിൻ്റെ പെർഫോമൻസ്, നമ്മുടെ ഈച്ചയിലെ കിച്ച സുദീപ് കിടന്ന് അപ്പുറത്ത് ആളില്ലാതെ ആ റിയാക്ഷൻ കൊടുക്കില്ല, അതുപോലെ റിയാക്ഷൻ കൊടുക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇത് കണ്ട ഒരാൾ പോലും പ്രണവ് അഭിനയിക്കാൻ പറ്റിയ ആളല്ല, നെപ്പോ കിട്ടാണെന്ന് പറയില്ല. ആ രീതിയിൽ അയാൾ പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ ത്രൂ ഔട്ട് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ഇതില്ല. കൊടുത്ത സാധനം നീറ്റായിട്ട് ഓവറാക്കാതെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജിബിൻ ഗോപിനാഥ്, ഇങ്ങനെ ഈ ചങ്ങായി അണ്ണ ഒരു ജാടയില്ലാത്തൊരു മനുഷ്യനാണ് കേട്ടോ. ഞാൻ സിനിമ കണ്ട് വരുമ്പോഴേക്കും മിക്കവാറും നമ്മൾ ഒരു തിയേറ്ററിൽ ഒരു സിനിമ ഫസ്റ്റ് ഷോയ്ക്ക് പോയി കണ്ടുവിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾക്ക് നേരത്തെ എന്തോ പരിചയമുള്ള ഒരാൾ വന്ന് സംസാരിക്കും പോലെ, മുമ്പ് ഭയങ്കര നമ്മൾ കമ്പനി ആയിട്ടുള്ള ഒരാൾ സംസാരിക്കും പോലെ വന്ന് ഓപ്പണായിട്ട് വന്ന് സംസാരിക്കും. ചിലപ്പോൾ നമ്മൾ വീഡിയോസിൽ കാണുന്നുണ്ടായിരിക്കും. ആ ഒരു ജാടയില്ലാത്തൊരു മനുഷ്യനാണ്. മനുഷ്യന് ഇത്രയും നല്ലൊരു റോൾ കിട്ടി ഗംഭീരമായിട്ട് പുള്ളിക്കാരെ എക്സിക്യൂട്ട് ചെയ്ത് കാണുമ്പം ഒരു സന്തോഷമുണ്ട്. ഇപ്പം ഒരു പ്രേതം വരുന്ന സമയത്ത് അയാൾ പേടിക്കണം. ആ പേടിയിൽ നമുക്ക് കോമഡി ആയിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല.
ആ പേടി നമ്മളിലൂടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഭീതി ഉണ്ടാകുന്നത്. അത് ഗംഭീരമായിട്ട് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ വളരെ കുറച്ച് കഥാപാത്രങ്ങളെ മെയിൻ റോൾ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും ഗംഭീരം. അരുൺ അജികുമാർ, എൻ്റെ പൊന്നെ ചെറുക്കൈ, മറ്റേ ഇതിലുള്ള ചെറുക്കൈ, യാതൊരു പടക്കളത്തിലുള്ള ചെറുക്കൈ, എൻ്റെ പൊന്നെ അവനെ പ്രായമാക്കി വെച്ചിട്ട് സിനിമ എടുക്കാം. ഇത് അവൻ്റെ അഭിനയമാണോ ഇത്? അഭിനയം തന്നെ. ആ പടത്തിൽ ഇവൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലായിരുന്നല്ലോ. ഇതിലെന്തോന്നുണ്ട്, ഇത് ഇത്രയും നാച്ചുറലായിട്ട് ഒരു വെറൈറ്റി ഒരു സാധനം അവൻ ചെയ്യണം. അവൻ്റെ സീന് അവൻ കൊടുത്തിക്കണം, സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിക്കണം. അവൻ്റെ ഒരു എഫേർട്ടും എടുത്ത് പറയാൻ ഉണ്ട്. അവൻ്റെ പെർഫോമൻസ് ആയാലും ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ട് അതായാലും. അതുപോലെ മനോഹരി ജോയ്, ജയ കുറുപ്പ്, ഇവരും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ജയ കുറുപ്പ്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓവറോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിൻ്റെ അത്ര ഒരു ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് തോന്നിയില്ല. കുറച്ചുകൂടി ഞാൻ പ്രതീക്ഷിച്ചു അവസാനം വന്നപ്പോഴേക്കും. പക്ഷേ എന്താ ഒരു വെറൈറ്റി സാധനം, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത സംഭവം പിടിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല, അത് ഒരു തട്ടിക്കൂട്ടായിട്ട് ചെയ്തു വെച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ടെക്നിക്കലി ആയാലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും തിയേറ്ററിൽ നമുക്ക് ഡെലിവർ ചെയ്യുന്നത്, നമ്മളൊരു ഹൊറർ പടം കണ്ടാൽ അത്യാവശ്യം പേടിക്കുന്ന മൊമെൻറ്റ്സ്, ഇൻസെക്യൂരിറ്റി മൊമെൻറ്റ്, അതൊക്കെ പ്രതീക്ഷയാണ് പോകുന്നത്. അത് 100% ഈ സിനിമ ഡെലിവർ ചെയ്തിട്ടുണ്ട്. 100% സാറ്റിസ്ഫാക്ഷൻ. പ്രത്യേകിച്ച് രാത്രി 9:30 ഏരീസ് പ്ലസ് ചെയ്താണ് കണ്ടത്. അതൊരു 1.5 എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കമൻ്റൊന്നും അടിക്കാത്ത മര്യാദയ്ക്കൊരു സിനിമ ആണെന്ന നല്ല ഓഡിയൻസിൻ്റെ കൂടെ പോയി കണ്ടു കഴിഞ്ഞാൽ നല്ല മോശമല്ലാത്ത ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഡെലിവർ ചെയ്യുന്ന സിനിമയാണ് DS ഇറേ. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളി. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.